ഇന്ന് അൽ-അസ്ഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൊടുപുഴയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏവിയേഷൻ ബൂട്ട് ക്യാമ്പാണ് തുടങ്ങുന്നത്. ഇന്ന് ഈ ബൂട്ട് ക്യാമ്പിൽ ഞാൻ ഇവരോടൊപ്പം ചേരുകയാണ്. ഇവർക്കൊരു ലക്ഷ്യബോധം കൊടുക്കാൻ, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അത് കണ്ടെത്താൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ. വിദ്യാർത്ഥികളുടെ ടേണിംഗ് പോയിന്റുമായി സംബന്ധിച്ച ഒരുപാട് വിശേഷങ്ങളുമായാണ് ഞാൻ ഇന്ന് അൽ-അസ്ഹർ സ്റ്റുഡൻസിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നത്. The aviation field presently in India is booming with Air India, Indigo, Akasha and a few other airlines ordering a number of aircrafts. So all this means a lot of staff are required in the near future, possibly over the next 5 to 10 years. This field is going to be a major employment source for the students passing out of school and college. ഏവിയേഷൻ പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. എന്ത് തിയറി പഠിച്ചാലും എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ 3.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള വിർച്വൽ എയർപോർട്ടിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഗ്രൗണ്ടിലാണെങ്കിലും ഈവൻ ഫ്ലൈറ്റ് എല്ലാം കവർ ചെയ്താണ് അവർ സിമുലേറ്റർ ക്രിയേറ്റ് ചെയ്തത്. കണ്ടുകൊണ്ട് പഠിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ബുക്ക് നോളജും ആ ഒരു ഇമേജ് കണ്ടുകൊണ്ടാണെങ്കിലും ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. യോഗ ട്രെയിനിങ്സും സ്ട്രെസ് ഹാൻഡ്ലിംഗ് ടെക്നിക്സും ടീം ബിൽഡിംഗ് സ്കിൽസ്, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസും എല്ലാം ചേർത്തിട്ടാണ് ഈ ബൂട്ട് ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് ആര്യ. ഞാൻ അൽ-അസ്ഹർ കോളേജിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഏവിയേഷനെ കുറിച്ച് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് അവർ ചെറിയ കാര്യം ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് വളരെ നല്ല രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂമിങ് ആയാലും ഇൻഡസ്ട്രിയിലെ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഗോളിലേക്ക് എത്തിപ്പെടാൻ തന്നെ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഒരു ക്ലാസ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. എയർപോർട്ട് മാനേജ്മെൻറ്റും ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് ആഗ്രഹമുണ്ടായിട്ട് വന്നതാണെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവർ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു.